പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ അറിയാം ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന പല രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് അറിയാം അല്ലേ? അപ്പൊ ഈ പല രീതിയിലുള്ള സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ആ സ്ക്രീൻഷോട്ടുകൾ ഏതൊക്കെ രീതിയിൽ എടുക്കാമെന്ന് അറിയണമെന്നില്ല. അപ്പൊ ആ സ്ക്രീൻഷോട്ട് ഏതൊക്കെ രീതിയിൽ എടുക്കാവുന്നുള്ളതും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ചെറിയ സീക്രട്ട് ഒക്കെ ഉണ്ട്. ഈ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാവുന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഏത് രീതിയിലാണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിത് സ്ക്രീൻഷോട്ടിനെ പറ്റി പറയുന്നതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ മൊബൈൽ ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് സൈഡിലത്തെ പവർ ബട്ടണിലല്ലാതെ ഇതേ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്യും. ഓക്കെ, ഇതല്ലാതെ നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഞാൻ ഈ മൊബൈലിലോട്ട് ഈ സൈഡിലൊന്നും തൊടുന്നില്ല, ഞാൻ ഈ മൊബൈലിലോട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്തപ്പോൾ അതങ്ങ് പവർ ഓഫ് ആയി. പവർ ഓഫ് അല്ല, സ്ക്രീൻ ഓഫ് ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ 2 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങ് സ്ക്രീൻ ഓഫ് ആയി. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് സൈഡിലൊന്നും പിടിക്കാതെ ഇങ്ങനെയൊക്കെയുള്ള പല ടെക്നിക്കുകളുണ്ട്. സ്ക്രീൻഷോട്ടിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, സ്ക്രീൻഷോട്ടിലും ഇതുകൊണ്ടൊക്കെ പല രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതായത് നമ്മളെ സിമ്പിളായിട്ട് തന്നെ 3 വിരൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുന്ന സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പവർ ബട്ടൺ ഇല്ല, ഈ പവർ ബട്ടണും ഈ വോളിയം ഡൗൺ ബട്ടണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്താലും ഇതുകൊണ്ടൊക്കെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി വേണ്ട നമ്മൾ ഇത് ഒന്ന് പ്രസ് ചെയ്യണം. ഇവിടെ ഒരു സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്നേ ഉള്ളൂ. ഈ സൈഡിൽ ഇതാണ്, ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ? ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? അത് എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത്. അപ്പൊ ഇതേ രീതിയിൽ നമ്മുടെ ഏത് കമ്പനിയുടെ മൊബൈലായാലും ആ കമ്പനിയുടെ മൊബൈലിൽ ഏതൊക്കെ തരത്തിൽ സ്ക്രീൻഷോട്ട് ഉണ്ട് എന്നറിയാൻ വേണ്ടി നമുക്കൊരു വഴിയുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഇനിയും വഴികളുണ്ടാവും, അപ്പൊ അത് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻഷോട്ട് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെയായിട്ട് ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കാണുന്നില്ലേ, അപ്പൊ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് ഈ സ്ക്രീൻഷോട്ട് എന്ന് കാണുന്നിടത്തോട്ട് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ മൊബൈലിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടെന്നുള്ളത് അതിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എനേബിൾ ചെയ്തേക്കുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനും സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ ആദ്യമേ കാണിച്ച 3 വിരൽ വെച്ച് സ്വൈപ്പ് ചെയ്ത് ഉള്ളതാണ് ഈ ആദ്യമത്തെ. രണ്ടാമത്തേത് ഞാൻ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ മൂന്നാമത്തേത് ഞാൻ ഇവിടെ കാണിച്ചില്ലേ നിങ്ങളുടെ അടുത്ത്, ഈ പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിയുന്നതന്നെ ഉള്ളതാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ രണ്ടാമത്തേത് ഞാൻ പറയാം. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 വിരൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് മൊത്തമായിട്ട് സ്ക്രീൻഷോട്ട് വേണ്ട, നമുക്ക് എത്രയും വേണോ അത്രയും വരെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ടിന് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മൊബൈലിലൊക്കെ ഈ ഒരുവിധപ്പെട്ടവർക്കൊന്നും അറിയാൻ വയ്യാത്ത ഒരു കാര്യം, ഒരു സീക്രട്ടാണിത്. സീക്രട്ടല്ല, ഇത് ഒരുവിധപ്പെട്ടവർക്കൊന്നും അറിയില്ല, സീക്രട്ടായിട്ട് പറയാൻ പറ്റത്തില്ല, ഇത് ഒരുവിധപ്പെട്ടവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇതിപ്പം നമുക്ക് ഇവിടെ ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തണം. ഇതിപ്പം പച്ച കളറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പച്ച കളറാണെങ്കിൽ പച്ച കളർ അല്ലാതെ വേറെ ഏതെങ്കിലും കളർ ചൂസ് ചെയ്യാം. വേണ്ടേ, ഇവിടെ ഞാൻ റെഡ് ചൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു റൗണ്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് ഇതും പച്ച കളർ ആയതുകൊണ്ട് എനിക്ക് ഈ പച്ച കളർ വേണ്ട, ഞാൻ ഒരു ബ്ലൂ കളർ ചൂസ് ചെയ്തിട്ട് ഞാൻ അതും ഇവിടെ റൗണ്ട് കൊടുത്തു. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് അടയാളപ്പെടുന്നത് ഇത് പച്ച കളറാണ്. അപ്പം നമുക്ക് ഇവിടെ വേറെ ഈ പച്ച കളർ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരു യെല്ലോ കളർ ചൂസ് ചെയ്തു, അതും ഇവിടെ റൗണ്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഇതേ രീതിയിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി ആർക്കെങ്കിലും അയച്ചൊക്കെ കൊടുക്കണം, ഒരു വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കണോ, ഒക്കെ അയച്ചൊക്കെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഓക്കെ, ഇത് സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതങ്ങ് നമുക്ക് ഈ ടിക്ക് കാണുന്നില്ലേ, ഈ ടിക്ക് കാണുന്ന ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് സേവ് ആയിക്കോളും. ഓക്കെ, ആ സേവ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ, ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ കാണിച്ചില്ലേ, ആ സ്ക്രീൻഷോട്ട് എടുത്തത് ഇപ്പൊ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തത് ഇത് ലെഫ്റ്റ് സൈഡിലോട്ടല്ലേ വന്നേ. ഇതേ രീതിയിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലത്തെ ഇത് നമ്മൾ ഓക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ആ റൈറ്റ് സൈഡിലോട്ട് വരും. ഓക്കെ, അതപ്പം നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഏതാണോ സൗകര്യപ്രദം, നമുക്ക് ഏതാണോ ഈസി ആയിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇത് ഏതാണ് ഈസി, അപ്പൊ അതിനുവേണ്ടിയൊക്കെ നമുക്ക് ലെഫ്റ്റിലോട്ടായാലും റൈറ്റിലോട്ടായാലും എല്ലാം ഒരേ മാതിരിയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഏതാണോ
യൂസ് ചെയ്യാൻ. ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതപ്പം നേടി ഈ ഒരു ഇതൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കാണിക്കാം നിങ്ങളെ മുന്നോട്ട് ഇത് എന്താണ് ഉള്ളത്. ഇതിന്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ഗൂഗിളിലോ യൂട്യൂബിലോ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഈ കാണുന്നത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കുറേ എടുക്കണം താഴോട്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ സ്ക്രീൻഷോട്ട് എത്ര സ്ക്രീൻഷോട്ട് ഒരു 10 സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇത് എത്രയും വേണോ അത് അത്രയും മൂവ്മെന്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇത് ഡണ്ണെന്നുള്ള ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്കത് ഇതിനകത്ത് സ്ക്രീൻഷോട്ടിനകത്ത് വരും. അതായത് ഞാൻ ഇപ്പം കാണിക്കാം, കുറച്ചുകൂടി ഇതൊന്ന് മൂവ് ആവട്ടെ. മൂവ് ആയി കഴിയുന്ന ഞാനിത് കാണിക്കാം നിങ്ങളെ ഇത് എത്ര ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഞാൻ ഇത്രയും ലോങ് ആയിട്ട് എടുത്തില്ലേ, ഇനി ഇത് നമുക്ക് എത്രയും വേണോ അത്രയും എടുത്തിട്ട് നമ്മൾ ഡണ്ണെന്നുള്ള ഇതിൽ ടച്ച് ചെയ്ത് കഴിയുന്ന ഇതിപ്പോൾ സ്ക്രീൻഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം സ്ക്രീൻഷോട്ട്. ആ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വേണ്ടി ഇപ്പൊ ഞാൻ എടുത്ത സ്ക്രീൻഷോട്ട് ഇത് കണ്ടില്ലേ. ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടാണ് ഇത് കണ്ടില്ലേ. ഇതാണ് ഞാനിപ്പോ എടുത്ത സ്ക്രീൻഷോട്ട്. അതിപ്പോ നമ്മൾ ഇങ്ങനെ നമ്മൾ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കണം അത് എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് എടുക്കേണ്ടി വരത്തില്ലേ. അത് തന്നെയല്ല, അത് ചിലപ്പം മൂവ്മെന്റ് ആയിട്ട് അത് ചിലപ്പോൾ അങ്ങ് റീഫ്രഷ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അതിങ്ങനെ അവിടെ ടച്ച് ചെയ്തിട്ട്, അതായത് ഞാൻ ഒന്നും കൂടെ കാണിക്കാം നിങ്ങളെ അത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ അത് ഉദാഹരണത്തിന് ഞാൻ ഗൂഗിൾ ഒന്ന് എടുക്കുകയാണ്. ഗൂഗിൾ ഒന്ന് എടുത്തേ. ഗൂഗിൾ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ഗൂഗിൾ ഞാനിത് ഗൂഗിൾ എടുത്തു. ഓക്കെ, ഗൂഗിളിന്റെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഇത് കണ്ടില്ലേ, സ്ക്രോൾന്ന് കണ്ടില്ലേ, അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നേ ഇത് ഇങ്ങനെ മൂവ് ആവും. നമുക്ക് എത്രയും സ്ക്രീൻഷോട്ട് എത്രയും വേണോ അത്രയും ആയി കഴിയുന്നുണ്ട്. നമുക്ക് കുറെ സ്ക്രീൻഷോട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച കാര്യം അത് എവിടെയാണോ ഉള്ളത് അവിടെ വരെ വരുന്നുണ്ടേ അത് വരെ വന്ന് കഴിയുന്നുണ്ടേ, നമുക്ക് വേണ്ടുന്ന അത്രയും വന്നു കഴിയുന്നുണ്ടേ നമുക്കത് സ്ക്രീൻഷോട്ട് രൂപത്തിൽ അത് എടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡണ്ണെന്നുള്ളത് അതിപ്പോ നമുക്ക് വേണ്ടുന്ന ഇപ്പൊ ഇവിടെ വരെ ഉള്ളത് മതി നമുക്ക്. അപ്പൊ നമ്മളത് അവിടെ ഇങ്ങനെ ഡണ്ണെന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിയുന്നതിന് അത് സ്ക്രീൻഷോട്ട് രൂപത്തിൽ അത് നമ്മുടെ മൊബൈലിൽ പോയി കിടക്കും. അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോ ഇതേ രൂപത്തിലാണ്. ഇത് കണ്ടില്ലേ, ഇതിന് തൊട്ടപ്പുറത്തെ ഈ രണ്ടെണ്ണം നമ്മളിപ്പോ എടുത്തതാണ്. കണ്ടല്ലേ, ഇത്രയും ഇതുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണത്തില്ല അല്ലേ. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം പല രീതിയിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പൊ ഞാൻ ഒരു ക്യാമറയിൽ ഒരു കാര്യം കാണിച്ചു തരാം. ക്യാമറയിൽ ഇപ്പം വേണ്ടേ, സാധാരണ ഞാൻ ഇങ്ങനെ പിടിച്ചൊരു സാധാരണ നമ്മൾ ഇവിടെ ഇപ്പം ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചേ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾ ഇങ്ങനെ പിടിച്ചേക്കുന്നത്, പെട്ടെന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഇങ്ങനെയാണ് ഇരിക്കാറുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഞാൻ ടച്ച് ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞു. എൻ്റെ മൊബൈലിൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഇത് ഞാനിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ സ്ക്രീൻ ഇവിടെ അല്ല കാണുന്ന ഇതല്ല, ഇതിപ്പോൾ ഇതിൽ ഫോട്ടോ എടുത്തത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്ത് അതിന്റെയൊക്കെ സെറ്റിങ്ങുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ടിന്റെ ആണ് പറഞ്ഞത് എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏത് കമ്പനിയുടെ മൊബൈലിന്റെ ആയാലും ഇതേമാതിരി നിങ്ങൾ ആ സ്ക്രീൻഷോട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ച അതേ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൊബൈലിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത് അതിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന രീതികളെല്ലാം കണ്ടു, അതിന്റെ സീക്രട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി അല്ലേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പ് ചാറ്റ് മാത്രം.